സോ ബേസ്ഡ് ഓൺ മൈ ലാസ്റ്റ് വീഡിയോ ഓൺ എബ്യൂസ്, എനിക്ക് പേഴ്സണലി അറിയണ കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നിത്യ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പം വഴക്കുണ്ടാവില്ലേ, ദേഷ്യപ്പെടലുണ്ടാവില്ലേ, അങ്ങനെ എല്ലാറ്റിനെയും നമുക്ക് എബ്യൂസ് എന്ന് വിളിക്കാൻ പറ്റുമോ? സോ ഡെഫിനറ്റ്ലി നോട്ട്. എല്ലാ വഴക്കും എല്ലാ ദേഷ്യവും എബ്യൂസ് അല്ല. അപ്പോൾ ഹൗ ഡു വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എബ്യൂസ് ആൻഡ് ഒരു നോർമൽ വഴക്ക്? എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഫസ്റ്റ് തിങ്, ഒരു നോർമൽ വഴക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ശബ്ദം ഉയർത്തി സംസാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം എബ്യൂസ് ആവുമ്പം ഒരാൾ വിൽ ലൂസ് റെസ്പെക്റ്റ്. അവിടെ ഒരു റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, കോൺഫിഡൻസ് നഷ്ടമാവും, അതേപോലെ ഒരു സെൽഫ് ഡൗട്ട് വരുന്ന സിറ്റുവേഷൻ, ഇതെല്ലാം അബ്യൂസാണ്. വഴക്കിൽ, ഒരു നോർമൽ വഴക്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല. സോ മോസ്റ്റ്ലി ഇഫ് ദറ്റ് ഈസ് ഹാപ്പനിങ്, മോസ്റ്റ്ലി അതൊരു അബ്യൂസാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വഴക്കിലാവുമ്പം അവിടെ എപ്പോഴും ഒരു പ്രൈമറി ഒരു സിറ്റുവേഷനോ ഒരു ചാലഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയോ, അപ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഇതൊക്കെയാണ് വഴക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രൈമറി വിൽ ബി ദ സിറ്റുവേഷൻ ഓഫ് ദി ചാലഞ്ച്. നേരെ മറിച്ച് എബ്യൂസ് ആവുമ്പം ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ചാലഞ്ച് സെക്കൻഡറി ആയിട്ട് മാറുകയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഇൻസൾട്ട് ചെയ്യുക, എന്ത് പറഞ്ഞിട്ടായാലും അപ്പുറത്ത് നിൽക്കുന്ന ആളെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രം ഫസ്റ്റ് ഓർ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് മാറുകയും ചെയ്യും. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത്, നോർമൽ വഴക്കാവുമ്പം അവിടെ രണ്ടുപേർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആൻഡ് സ്പേസ് ഉണ്ടാവും. നേരെ മറിച്ച് എബ്യൂസ് ആവുമ്പം ദ കൺട്രോൾ വിൽ ബി ഓൺ ദി ഹാൻഡ് ഓഫ് വൺ പേഴ്സൺ. ഒരാളായിരിക്കും അവിടെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നത്. മറ്റേ ആൾക്ക് അവിടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനോ ഫീലിങ്സോ ഇമോഷൻസോ എക്സ്പ്രസ് ചെയ്യാനോ ഉള്ള ഒരു ഫ്രീഡമോ സ്പേസോ അവിടെ ഉണ്ടാവില്ല. അത് എക്സ്പ്രസ് ചെയ്താലും അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ മനസ്സിലാക്കില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവും. സോ അഗെയിൻ ദറ്റ് ഈസ് എബ്യൂസ്. അതേപോലെ ഫൈനലി ഒരു വഴക്ക് കഴിയുമ്പം നമുക്ക് അവിടെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവില്ല. അതായത് ഇനിയും ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ഫിയർ ഫാക്ടർ നമുക്കവിടെ ഉണ്ടാവില്ല. വി വിൽ നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. നേരെ മറിച്ച് അതൊരു എബ്യൂസ് ആണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ, ഇനി ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആവും. സോ ദറ്റ് ഈസ് എബ്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എബ്യൂസും വഴക്കും തമ്മിൽ, ഒരു നോർമൽ വഴക്കും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്.